അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഭാരമായ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ 26 ജുസ് നമ്മൾ പഠിച്ചു. ഇന്ന് 27ാമത്തെ ജുസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഈ പറയുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതൊക്കെ ഇതിൻ്റെ പ്രതിഫലം കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു നൽകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 27ാമത്തെ ജുസ് ആണ്. ഖാല ഫമാ ഖത്ബുക്കും അയ്യുഹൽ മുർസലൂൻ ഖാലൂ ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമിൻ മുജ്രിമീൻ. അങ്ങനെ അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ആയത്ത് എന്നുള്ളത് 55ാമത്തെ ആയത്താണ്. അവിടെ ഇബ്രാഹിം നബിയുടെ അടുത്തേക്ക് മാലാഖമാർ വന്നതും അതിനുശേഷം പിന്നെന്താണ് ഇബ്രാഹിം നബിയോട് സംസാരിക്കുന്നതും അതുപോലെ മൂസാ നബിയുടെ വിഷയവും നബി ഫിർഔനിലേക്ക് അയക്കുന്ന വിഷയവും മറ്റുമൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നോരോന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് ഇതൊക്കെ വെറുതെ ഒരു സംഭവമായിട്ട് മാത്രം കാണേണ്ടതല്ല. നേരെ മറിച്ചിട്ട് 55ാമത്തെ ആയത്തെ അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? വദക്കിർ, നബിയെ നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ വക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കത് ഉപകാരപ്പെടും. നമ്മൾക്ക് പലപ്പോഴും തിന്മകളും മറ്റുമൊക്കെ സംഭവിച്ചു പോകാം. ഇടയ്ക്കിടെ നമ്മൾക്ക് ഉപദേശങ്ങളും മറ്റുമൊക്കെ വാളുകൾ മറ്റുമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പെടയുകയും നമ്മൾ ഓർക്കുകയും നമ്മൾ വിശ്വാസികൾ ഒന്നുകൂടി നമ്മുടെ വിശ്വാസം പുതുക്കുകയും ചെയ്യും. അതുകൊണ്ട് വദക്കിർ, നബിയെ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. നബിയെ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കത് ഉപകാരപ്പെടും. പിന്നെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അതിനുശേഷമുള്ള ആയത്ത് അള്ളാഹു പറയാണ് ജിന്നുകളെയും ഇൻസിനെയും മനുഷ്യന്മാരെയൊക്കെ അള്ളാഹു ആരാധിക്കാനല്ലാണ്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തെ എല്ലാ ഒരു നിമിഷത്തെയും നമുക്ക് ഇബാദത്താക്കി മാറ്റിമറിക്കാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ നിമിഷവും നമ്മൾ നിയ്യത്ത് വെക്കുക, ഓരോ സെക്കൻഡുകളും നമ്മൾ നിയ്യത്ത് വെക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. മറ്റും ജോലി എടുക്കുമ്പോൾ അങ്ങനെ തന്നെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വമാണ് എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അവർക്ക് ചിലവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇബാദത്താക്കി നീ മാറ്റണേ അല്ലാഹ് എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊക്കെ ഇബാദത്തായി മാറ്റാൻ പറ്റും. ഏതായാലും പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്ത് തൂർ നല്ല മനോഹരമായ ഘടനകളിൽ അല്ലെങ്കിൽ ഓതാൻ നല്ല രസമാണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅ്മൂർ, അങ്ങനെ ഓതിപ്പോവാം, നല്ല രസമാണ്. അപ്പോൾ അവിടെ ഖിയാമത്ത് നാളിൻ്റെ ഓരോ സംഭവങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഫവൈലുൻ യൗമൈദിൻ ലിൽ മുകദ്ദിബീൻ, അന്നേ ദിവസം നിഷേധികളായ, കളവ് പറഞ്ഞ, കള്ളം ചെയ്ത അവർക്ക് നരകമാണ്, വൈലാണ്, നാശമാണ്, നരകമാണെന്ന് പറയുന്ന ആയത്ത്. നരകവാസികൾക്ക് അങ്ങനെ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്യുമ്പോൾ രണ്ടാമത്തെ വിഷയമായിട്ട് നമുക്ക് പലയിടത്തും ഖുർആനിൽ കാണാൻ പറ്റും. നരകത്തെ പറ്റി പറയുമ്പോൾ അപ്പുറത്തെ സ്വർഗത്തെ പറ്റിയും പറയും. ഇവിടെ നരകവാസികളെ പറ്റി പറഞ്ഞു. പിന്നെ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ നഈം, മുത്തഖീങ്ങൾ അവർ സ്വർഗത്തിലാണ്. ഫാകിഹീന ബിമാ ആതാഹും റബ്ബുഹും വഖാഹും റബ്ബുഹും അദാബൽ ജഹീം, കുലു അവരോട് പറയും, കുലു വഷ്റബു ഹനീഅൻ ബിമാ കുൻതും തഅമലൂൻ, വേണ്ടോട് നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. അങ്ങനെ അവരുടെ അനുഗ്രഹങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നീണ്ടു പറയാണ്. അള്ളാഹു ഓരോ സംഭവങ്ങൾ ചോദിക്കാൻ, അവരാണോ സൃഷ്ടിച്ചത് ആകാശങ്ങളെ ഭൂമിയെ? അവരത് വിശ്വസിക്കുന്നില്ലല്ലോ.
അവരുടെ അടുത്താണോ പിന്നെ ഖജനാവുള്ളത്? അവരാണോ പിന്നെ സൃഷ്ടിച്ചത്? അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, പിന്നെ അം ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെ ഭൂമിയെ അവരാണ് സൃഷ്ടിച്ചത് എന്നൊക്കെ ഓരോ പിന്നെ ഇങ്ങനെ അള്ളാഹു പിന്നെ ചോദിക്കുകയാണ്, അവരോട് ചോദിക്കുകയാണ്. നിങ്ങളല്ല എന്ന് സ്ഥാപിക്കുക, അള്ളാഹു മാത്രമാണെന്ന് പറയാം. അം ലഹും ഇലാഹുൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാണ്ട് അവർക്ക് ദൈവമായി ഉണ്ടോ? സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവരൊക്കെ ഓരോ പിന്നെ ദൈവത്തെ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത്, അതിൽ നിന്നൊക്കെ അള്ളാഹു സംശുദ്ധനാണ്, അള്ളാഹു പരിശുദ്ധനാണ്. ഈ സൂറത്തിൽ നമുക്കൊരു പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ മോർണിംഗ് ആൻഡ് ഈവനിങ്, ഡസ്റ്റ് ആൻഡ് ഡൗൺ ആൻഡ് ഡസ്റ്റ്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഇത് പറയുകയാണെങ്കിൽ അത് വലിയ ഗുണമുണ്ടാക്കും എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. വമിനൽ ലൈലി ഫസബ്ബിഹു വഇദ്ബാറൻ നുജൂം. അടുത്ത നമ്മൾ സൂറത്ത് ചർച്ച ചെയ്യുന്നത് സൂറത്തുൻ നജ്മാണ്. സൂറത്തുൻ നജ്ം ഇതും അങ്ങനെ തന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നിസ്കരിക്കുമ്പോഴൊക്കെ നല്ല മനോഹരമായിട്ട് ഓതി ഇങ്ങനെ പോകാൻ പറ്റും. വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് പറയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തോന്നിയത് അവർ വിളിച്ചു പറയല്ല, അവർക്ക് വഹിയാണ് വരുന്നത് എന്ന് അള്ളാഹുവോട് പറയാം. ആരാധിക്കുന്നതൊക്കെ അതിന് ഒരു അടിസ്ഥാനവുമില്ല. ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമൂഹ അൻതും വആബാഉക്കും, ഈ പറഞ്ഞ ലാത്ത ഉസ്സ മനാത്ത് ഇതൊക്കെ അവർ പേര് വെച്ചതാണ്. അവർക്ക് അതിലൊരു അടിസ്ഥാനവുമില്ല. നിങ്ങളുടെ പ്രപിതാക്കന്മാരൊക്കെ അതിന് പേര് വെച്ചതാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അതിൻ്റെ വിഷയത്തിൽ അള്ളാഹു അതിൽ ഒരു തെളിവോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതിനൊരു അടിസ്ഥാനവുമില്ലല്ലോ. അത് നിങ്ങൾക്ക് തോന്നലുകളെയാണ്, നിങ്ങളുടെ ദേഹേച്ഛകളാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അള്ളാഹുവിടെ പറയാൻ. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അല്ലദീന 31 അല്ലദീന യജ്തനിബൂന കബാഇറൽ ഇസ്മി വൽ ഫവാഹിഷ്, മോശമായ അതുപോലെ വലിയ വൻപാപങ്ങളൊക്കെ വെടിയുന്ന ആൾക്കാർ. ഇല്ലല്ലമം, ചെറുപാപങ്ങൾ അവരിന് സംഭവിച്ചു പോകും, പക്ഷെ വലിയ പാപങ്ങൾ അവർ വെടിയും. അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ എന്നാണ്. അള്ളാഹു വല്ലാണ്ട് വിശാലമായി പുറത്തു കൊടുക്കുന്നവനാണെന്ന്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു നൽകട്ടെ. രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മളിന്ന് ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു ഈ റമദാനിൻ്റെ അവസാനത്തെ നിമിഷങ്ങളിൽ അള്ളാഹു അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ മനുഷ്യന് പാപിയായ തിന്മകൾ ചെയ്ത് മനസ്സൊക്കെ പ്രതീക്ഷയില്ലാണ്ട് പോയ അവർക്ക് ഈ ആയത്ത് ഫദക്കിർ, നേരത്തെ പറഞ്ഞതുപോലെ ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ പോലെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക. ഇതുണ്ട്, സംഭവം ഇവിടെ ഉണ്ട്. അത് ഒന്നുകൂടി ആരാണോ വൻപാപങ്ങളൊക്കെ വെടിയുന്നത്, മോശമായ കാര്യങ്ങളൊക്കെ വെടിയുന്ന അവർക്ക് പിന്നെ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ഉദ്ഊനി അസ്തജിബ് ലക്കും, മറ്റൊരു സ്ഥലത്തൊക്കെ അള്ളാഹു പറയുന്നുണ്ട്, എന്നോട് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് തരും. അപ്പം അള്ളാഹു പുറത്തു നൽകും, നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങണമെന്നാണ്. പിന്നെ ഒരു ആയത്ത് വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറ, ഒരാൾ അവൻ എന്താണോ ചെയ്യുന്നത് നന്മ ചെയ്തതെങ്കിൽ അതവനെ കാണും, തിന്മ ചെയ്തെങ്കിൽ അതും അങ്ങനെ തന്നെ. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, അവന് ചെയ്തത് അവനുണ്ടാവും. വഅന്ന സഅയഹു സൗഫ യുറ, അവന് ചെയ്ത പരിശ്രമം, അവൻ അധ്വാനിച്ചത് അവനതിൻ്റെ പ്രതിഫലം കാണുക തന്നെ ചെയ്യും.
മറ്റൊരു അടുത്ത് നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണ് യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഒരു അണുമണി തൂക്കം ചെറിയ നന്മ ചെയ്യുന്നതും ആരാണ് അതും അവനിക്ക് കാണും. അള്ളാഹുവാണ് മനുഷ്യന് സന്തോഷവും ദുഃഖവും നൽകുന്നത്, മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിക്കുന്നതും നുതുഫത്തിൽ നിന്ന്. അതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ്. ചെറിയ രീതിയിൽ അവന് സൃഷ്ടിക്കുന്നത് എല്ലാം അള്ളാഹുവാണ്. അടുത്ത നമ്മുടെ സൂറത്തുൽ ഖമർ എന്നാണ്. اقتربت الساعة وانشق القمر وإن يروا آية يعرضوا ويقولوا سحر مستمر وكذبوا واتبعوا أهواءهم وكل أمر مستقر. അങ്ങനെ പറഞ്ഞു പോയി. പിന്നെ അതിനുശേഷം നൂഹ് നബിയെ പറ്റിയും ആദ് സമൂഹത്തെ പറ്റിയും സമൂദ് സമൂഹത്തെ പറ്റിയും ഫിർഔനെ പറ്റിയും ഒക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون مزدجر فدعا ربه أني مغلوب فانتصر. അങ്ങനെ നീണ്ട വിഷയം പിന്നെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ അത് നമ്മൾ ഓതുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് അത് കൊണ്ടുവരാം. പിന്നെ വലഖദ് തറക്നാഹാ ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ ഫകൈഫ കാന അദാബി വനുദുർ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ അതിനെയാണ് പറയുന്നത്, യാത്ര ചെയ്യണമെന്ന് പറയുന്നത്. അതിനാണ് ഓരോ അള്ളാഹു ബാക്കി വെച്ച അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അതിനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പിന്നെ പറയുന്ന ആയത്തുകളാണിത്. ലൂത്ത് നബിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. ലൂത്ത് നബിയുടെ സമൂഹത്തെ പറ്റിയിട്ട്, അവർക്ക് ഇറക്കിയ അദാബിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. കദ്ദബത് ഖൗമു ലൂത്തിൻ ബിന്നുദർ ഇന്നാ അർസൽനാ അലൈഹിം ഹാസിബൻ ഇല്ലാ ആല ലൂത്തിൻ നജ്ജയ്നാഹും ബിസഹർ. പിന്നെ അടുത്ത നമ്മൾ സൂറത്ത് ചർച്ച ചെയ്യുന്നത് സൂറത്തു റഹ്മാനാണ്. റഹ്മാൻ സൂറത്ത് പിന്നെ വളരെ നമ്മളൊക്കെ സുപരിചിതമായ സൂറത്താണ്. വളരെ മനോഹരമാണ് അത്. അതിലൊരു ആയത്ത് ഒരുപാട് തവണ ആവർത്തിക്കുന്ന പിന്നെ വീണ്ടും വീണ്ടും ഏകദേശം 31 തവണ എന്തോ നമ്മൾക്കത് കൗണ്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പറയുന്നുണ്ട് സൂറത്തു റഹ്മാൻ വിഷയത്തിൽ. അവിടെ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചവൻ. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ. അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹിസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. അങ്ങനെ മരങ്ങളും നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യും അള്ളാഹുവിന്. അതുപോലെ ഓരോ വിഷയങ്ങളും ഇങ്ങനെ പറഞ്ഞ് അള്ളാഹു ചോദിക്കുകയാണ് ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബ, ഏത് ദൃഷ്ടാന്തത്തെയാണ് നിങ്ങളെ കളവാക്കുന്നത്? ഓരോ വിഷയങ്ങളവിടെ പറയുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചതുണ്ട്, ജിന്നിനെ സൃഷ്ടിച്ച അള്ളാഹു. അങ്ങനെ പിന്നെന്താണ് മശ്രിഖിന് മഗ്രിബ് ഈസ്റ്റേൺ വെസ്റ്റ്, അങ്ങനെ ഓരോ വിഷയം പിന്നെ മറജൽ ബഹ്റൈനി യൽതഖിയാൻ, 2 കടലുകളിങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതെ അള്ളാഹു പിന്നെ ഉണ്ടാക്കിയതും ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഈ ഓരോ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു കാണിച്ചു തരുന്നത്. ഏത് ദൃഷ്ടാന്തത്തെയാണ് നിങ്ങളെ കളവാക്കുന്നത്? അങ്ങനെ ഓരോ വിഷയം ലുഅ്ലുഅൽ മർജാൻ, ഇതുപോലെ അങ്ങനെ ഓരോ വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിങ്ങനെ നീണ്ടുപോകും പറഞ്ഞാൽ ഓരോ വിഷയങ്ങളും, ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ അള്ളാഹു കൊണ്ടുവരികയും എന്നിട്ട് അള്ളാഹു ചോദിക്കും ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഏത് ദൃഷ്ടാന്തത്തെയാണ് ഇവിടെ കളവാക്കുന്നത് എന്ന് അള്ളാഹു പറയാം. അടുത്ത നമ്മൾ സൂറത്തുൽ വാഖിയ. അതും നമുക്കൊക്കെ സുപരിചിതമായ ആയത്താണ്. സൂറത്തുൽ വാഖിയ എന്താണ്? സൂറത്തുൽ ഗിന എന്നും ഇതിന് പേരുണ്ട്. കാരണം അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവിടെയൊക്കെ സംഭവമൊക്കെ നമുക്കറിയുന്ന വിഷയമാണ്. മക്കൾക്ക് സൂറ വാഖിയ പഠിപ്പിച്ചു കൊടുത്തതും പിന്നെ മരണസമയത്ത് അവരോട് പിന്നെ അബ്ദുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ നീണ്ട വിഷയമാണ്, ചുരുക്കിയാണ്
എന്തെങ്കിലും മാറ്റി വെക്കണം, സഹായിക്കാൻ മക്കൾ ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുത്തിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വിഷയം. അപ്പോൾ സൂറത്തുൽ വാഖിയ നമ്മൾ ഡെയിലി ഓതുകയാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാ വഖഅത്തിൽ വാഖിയ ലൈസ ലവഖഅതിഹാ കാദിബ, അങ്ങനെ ഒരു ഖിയാമത്ത് നാളിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് അതിൽ ഓരോ ആയത്തുകളും എടുത്തിങ്ങനെ പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഓരോ വിഷയം വലിയ വലിയ വിഷയമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ആ സൂറത്തുൽ വാഖിയയുടെ തഫ്സീർ മറ്റുമൊക്കെ എടുത്ത് നമ്മൾ പറ്റുന്നവർ അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിൻ്റെ ഓരോ ആയത്തുകളും എടുത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ജനറലായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ വെള്ളത്തെ പറ്റി അള്ളാഹുവിടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ വെള്ളത്തെ അള്ളാഹു പരിശുദ്ധമാക്കിയത് ആരാണ്? ആരാണ് വെള്ളത്തിനെ പരിശുദ്ധിയാക്കിയത്, ഒരു ടേസ്റ്റി ആക്കിയത് ആരാണ്? ഉപ്പ് വെള്ളത്തെ. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കൽ സുന്നത്താണ്. 5 സുന്നത്തുകളുണ്ട്. ബിസ്മി പറയണം, ഇരുന്ന് കുടിക്കണം, അതേപോലെ ഒന്നിച്ച് കുടിക്കരുത്, ഇങ്ങനെ 2-3 ഇറക്കായിട്ട് കുടിക്കണം. അതേപോലെ വെള്ളത്തിലേക്ക് നോക്കണം, കുടിക്കുമ്പോൾ വെള്ളത്തിലേക്ക് നോക്കണം. അതേപോലെ അൽഹംദുലില്ലാഹ് എന്ന് പറയും. വെള്ളത്തെ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിൽ, നിങ്ങളാണോ അത് ക്ലൗഡ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ മേഘങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഇറക്കിയതല്ല നമ്മളാണോ? നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മളതിനെ ഉപ്പ് വെള്ളമാക്കുമായിരുന്നു. നമ്മൾക്ക് ഇപ്പോൾ കുടിക്കാൻ വെള്ളം എവിടെയുണ്ട്? അള്ളാഹു ഉപ്പാക്കി കഴിഞ്ഞാൽ എവിടെയാണുള്ളത്? അള്ളാഹു നമുക്ക് നല്ല അവൻ്റെ റഹ്മത്താക്കപ്പെട്ട മഴ അള്ളാഹു നമുക്ക് വർഷിപ്പിച്ച് നൽകട്ടെ. ആമീൻ. അങ്ങനെ ഓരോ വിഷയം തീയെപ്പറ്റിയും അങ്ങനെ ഓരോന്നവിടെ അള്ളാഹു ചോദിക്കുന്നുണ്ട്. ഇത് നീണ്ട വിഷയമാണ്. ഏതായാലും ഇനി നമ്മൾ അടുത്തത് സൂറത്തുൽ ഹദീദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹകീം. ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിനാണ് സർവാധികാരം. ആകാശങ്ങളുടെയും ഭൂമിയും അവനാണ് സൃഷ്ടിക്കുന്നത്, മരിപ്പിക്കുന്നത്. അവൻ സർവശക്തനാണ്. അവനാണ് അവ്വലും ആഖിറും ളാഹിറും ബാത്തിനും ഒക്കെ അവനാണ്. ആകാശങ്ങളെ ഭൂമിയെ സൃഷ്ടിച്ചത് അവനാണ്. 6 ദിവസങ്ങളിലൊക്കെ പറയുന്നത്. ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിൽ. അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ, അള്ളാഹു ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിനെ ഒരു കുൻ ഫയക്കൂൻ, അള്ളാഹു കുൻ ആവുക എന്ന് പറഞ്ഞത് ആവും. പക്ഷെ ഇവിടെ 6 ദിവസങ്ങളെ കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് അത് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ഓരോ സംഭവങ്ങളും സാവധാനമായി ചെയ്യണം അങ്ങനെ എന്ന് അവിടെ പഠിപ്പിച്ചു കൊടുക്കണം. ഏതായാലും ഇതിൽ നമ്മൾ അങ്ങനെ തന്നെ നമ്മളിത് പഠിക്കേണ്ട ഒരു സൂറത്താണ്. ഓരോ ആയത്തുകൾ എടുത്തിട്ട് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു വലഹു അജ്റുൻ കരീം. ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കുന്നത്, അവർക്ക് അള്ളാഹു ഇരട്ടിയായ പ്രതിഫലം. കടം കൊടുക്കുക എന്നുള്ളത് അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക നമ്മൾ മനസ്സിലാക്കണം. അത് ചെലവഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് കടം പോലെയാണ് എന്നാണ് അവിടെ പറയുന്നത്, മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അതിന് ഇരട്ടിയായ പ്രതിഫലം നൽകുമെന്നാണ്. പിന്നെയും 18-ാമത്തെ ആയത്തിൽ ഈ സംഭവം പറയുന്നത്, ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാത്ത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുന്ന ആണുങ്ങൾ, പെണ്ണുങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കടം കൊടുക്കുന്നവർ, അവർക്ക് അള്ളാഹു ഇരട്ടിയായ പ്രതിഫലം നൽകുമെന്നാണ് അവിടെ പറയുന്നത്. ദുനിയാവിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഏലമു, നിങ്ങളെ മനസ്സിലാക്കിക്കോ, ശരിക്കും മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നമൽ ഹയാത്തു ദുനിയ, ദുനിയാവിൻ്റെ ജീവിതം എന്നുള്ളത് അത് ലഇബുൻ, അതൊരു കളിയാണ്. വലഹുവുൻ, അത് കളിയും ലഹുവൊക്കെയാണ്. ഒരു ഭംഗിയും അങ്ങോട്ടും ഇങ്ങോട്ടും പൊങ്ങച്ചം പറയലും അത് മാത്രമാണ്. അതാണ് ദുനിയാവ്. നിങ്ങളുടെ സമ്പത്തുകളുടെയിൽ അവനിക്ക് കൂടുതലാണ്, എനിക്ക് കുറവാണ്, മക്കളെ എനിക്ക് 5 ആണ്, നിനക്ക് 10 ആണ്, നിനക്ക് 4 ആണ്, അങ്ങനെ ഒരു ഇത് മാത്രമാണ്. അതാണ് ദുനിയാവ്.
അതൊരു വഞ്ചനയാണ്. വൽ ഹയാത്തു ദുന്യ ഇല്ലാ മതാഉൽ ഖുറൂർ, ഒരു വഞ്ചനയാണ് ദുനിയാവ് എന്ന് ഇവിടെ പറയാം. അതുകൊണ്ട് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് ഉഇദ്ദത്ത് ലില്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ ഉളരിക്കോ, മുന്നിട്ടിറങ്ങോ എന്ന് അള്ളാഹു പറയാം. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിൻ്റെ പൊറുക്കലിലേക്ക്, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്. അതിൻ്റെ അർള് എന്നുള്ളത് ആകാശങ്ങളും ഭൂമിയും അത്രയും വലുതാണ്. അത് വിശ്വാസികൾക്ക് അള്ളാഹു തയ്യാറാക്കി വെച്ചതാണ്. അത്രയും വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നല്ലത് മനസ്സിലാക്കുവാനും നല്ലത് പഠിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൽ നിന്ന് വന്നു പോയ പിഴവുകളും തെറ്റുകളും അള്ളാഹു പുറത്തു നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫി ഫലസ്തീൻ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.